2023 ഒക്ടോബർ 7. ഗസയിൽ മരണം വിതച്ചുകൊണ്ട് ഇസ്രായേൽ ബോംബർ വിമാനങ്ങൾ പറന്നു തുടങ്ങിയത് 2023 ഒക്ടോബർ 7-നായിരുന്നു. അന്നു മുതൽ ആരംഭിച്ച ഖത്തറിന്റെ നയതന്ത്ര ദൗത്യം ഒടുവിൽ വിജയം കണ്ടിരിക്കുകയാണ്. 1,00,000-നടുത്ത് മനുഷ്യരുടെ ജീവനുകൾ കൊന്നൊടുക്കി ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന് അവസാനമായി വെടിനിർത്തൽ പ്രഖ്യാപനമെത്തുമ്പോൾ വിജയം കാണുന്നത് ഖത്തർ എന്ന അറേബ്യൻ നാട്ടിലെ കുഞ്ഞു രാജ്യത്തിന്റെ വലിയ നയതന്ത്ര വിജയമാണ്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെയും നയതന്ത്ര ദൗത്യങ്ങളിലെ ശ്രദ്ധേയ സാന്നിധ്യം പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനിയുടെയും വലിയ നേട്ടം. ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ആദ്യഘട്ടം മുതൽ ഖത്തർ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു. അമേരിക്കയും ഈജിപ്തുമായി ചേർന്നായിരുന്നു ആദ്യ മധ്യസ്ഥ ശ്രമങ്ങൾ. അതിന്റെ ഫലമെന്നോണം 2023 നവംബറിൽ ആദ്യഘട്ട വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. എന്നാൽ 7 ദിവസത്തെ വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചു. 2024 ഓഗസ്റ്റ്. കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു വീണ്ടും മധ്യസ്ഥ ശ്രമങ്ങൾ ചൂടുപിടിച്ചത്. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തോടെ മരവിച്ച സമാധാന ശ്രമങ്ങൾ ദോഹ, കെയ്റോ ചർച്ചകളിലൂടെ വീണ്ടും സജീവമായി. എന്നാൽ ഇരുപക്ഷവും വിഷയത്തിൽ ആത്മാർത്ഥ സമീപനം സ്വീകരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി 2024 നവംബറിൽ ഖത്തർ പിൻവാങ്ങിയതായി പ്രഖ്യാപിച്ചു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അവസാനഘട്ട ചർച്ചകളിലേക്ക് ഖത്തർ വീണ്ടും നീങ്ങുകയായിരുന്നു. നീണ്ട ചർച്ചകൾക്കും മധ്യസ്ഥകൾക്കും ഒടുവിൽ ഖത്തറിൽ നിന്ന് ആ സമാധാന വാർത്ത വന്നു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചു. 2025 ജനുവരി 15. مع موافقة الجانبين وطرفي التفاوض على هذا الاتفاق جاري العمل على إنهاء كافة الإجراءات التنفيذية خلال هذه الليلة، ومن بعدها يبدأ تنفيذ الاتفاق في يوم الأحد 19 من يناير.